ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th പോളി, മെനി അല്ലേ. പോളിഗൺ എന്നൊക്കെ പറയുന്ന പോലെ പോളി എന്ന് പറയുമ്പോൾ പോളിയസ്റ്റർ. അപ്പോൾ മെനി എന്നുള്ള മീനിങ് ആണ്. നോമിയൽസ് എന്ന് പറഞ്ഞാൽ മെനി ടേംസ് ഉള്ള എക്സ്പ്രഷൻസ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ് പോളിനോമിയൽസ്. അതേപോലെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ സൈൻ ഉള്ളത് ഒക്കെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മളിന്ന് പോളിനോമിയൽസ് ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഐഡൻറ്റിറ്റീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 38 × 32. നമ്മൾ നോർമലായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ ഒന്നും കൂടി ഈസി എന്താണ്, ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 38നെ നമുക്ക് 0 വരുന്ന നമ്പറിൻ്റെ സമ്മാക്കി എഴുതാം. അതേപോലെ തന്നെ 32നെയും നമുക്ക് അതേ രീതിയിൽ തന്നെ 0 വരുന്ന നമ്പറിൻ്റെ സമ്മാക്കിയിട്ട് എഴുതാം. അപ്പോൾ 38 30 + 8 എന്നും 32 30 + 2 എന്നും വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് നമ്പറിനെ രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് സംസ് ആണ്. അപ്പോൾ ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ്, ഇതും രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ സമ്മിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ ബ്രാക്കറ്റ് ഇട്ടാൽ മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് നമ്പറിനെ ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 30 സ്ക്വയർ വരുമല്ലോ, പ്ലസ് നെക്സ്റ്റ് 30 × 2 ഫസ്റ്റ് നമ്പറിന് സെക്കൻഡ് നമ്പർ ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ്, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. അപ്പോൾ 30 × 2. ഓക്കെ, അടുത്തത് ഫസ്റ്റ് നമ്പറിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് നമ്പറിന് ഫസ്റ്റ് കൊണ്ട് 8 × 30 പ്ലസ് അടുത്തത് സെക്കൻഡ് നമ്പറിന് സെക്കൻഡ് നമ്പറുണ്ട്. ഫസ്റ്റ് ടു ഫസ്റ്റ്, ഫസ്റ്റ് ടു സെക്കൻഡ്, സെക്കൻഡ് ടു ഫസ്റ്റ്, സെക്കൻഡ് ടു സെക്കൻഡ്. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 8 × 2. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 30 സ്ക്വയർ പ്ലസ് 30 × 2 പ്ലസ് 8 × 30. രണ്ടിലും 30 ഉണ്ട്. അപ്പോൾ 30നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇതിൽ 30 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ബാക്കിയുണ്ട്. 30 പുറത്തെടുത്താൽ അവിടെ 2 ബാക്കിയുള്ളത്. പിന്നെ പ്ലസ് ഇവിടുന്ന് 30 പുറത്തെടുത്തിട്ടുണ്ട്, അവിടെ ബാക്കിയുള്ളത് 8 × 30യിൽ ബാക്കിയുള്ളത് 8 ആണ്. ഇവിടെ 8 എഴുതുന്നു. പ്ലസ് ഇവിടെ ഉള്ളത് 8 × 2. ഇവിടെ നോക്കിക്കേ, 30 + 8 × 30 + 2 എന്ന് വന്നപ്പോൾ 30 സ്ക്വയർ പ്ലസ് ഈ 30 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8 + 2 പ്ലസ് ലാസ്റ്റ് വന്ന കോൺസ്റ്റൻറ്റ് 2 × 8. ഈ രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും. ഇതിന് പകരം നമ്മൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരികയാണെങ്കിൽ, പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ നമുക്ക് നമ്പേഴ്സിന് പകരം ലെറ്റർ എടുക്കാം, വേരിയബിൾ എടുക്കാം. ഇപ്പം 30ക്ക് പകരം എക്സ് എടുക്കാം. അപ്പോൾ x + 8 × x + 2 വന്നാൽ എങ്ങനെ വരും, നമ്മൾ ജനറൽ ഫോമിലോട്ട് എത്താണ് കേട്ടോ. x + 8 × x + 2 രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും, x × x സ്ക്വയർ. നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. പിന്നെ x × 2 2x പ്ലസ് എക്സിൻ്റെ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്പറിനെ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് എക്സ് സ്ക്വയർ, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് x × 2 2x കിട്ടും. ഇനി സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് x × 8, അപ്പോൾ 8x പ്ലസ് 8 × സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് 8 × 2 16, അല്ലെങ്കിൽ 8 × 2 എന്ന് തന്നെ എഴുതാം. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ നമുക്ക് അങ്ങനെ എഴുതാം. പ്ലസ് 2x ഉണ്ട് 8x ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x + 8x 10x ആവില്ലേ, 10x പ്ലസ് 8 × 2. 8 × 2 എന്ന് പറയുമ്പോൾ 16. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് 10x എന്ന് പറയുന്നത് എന്താണ്, എക്സിൻ്റെ കൂടെയുള്ള 10 എന്ന് പറയുന്നത് ഈ 8ഉം 2ഉം കൂട്ടിയതല്ലേ, 8 + 2 × x ആണ് 10x പ്ലസ് ലാസ്റ്റ് ഇതേ രണ്ട് നമ്പർ 8ഉം 2ഉം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ 16 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് ഏത് ഫോമിലാണുള്ളത്, x² + bx + c
സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ലാസ്റ്റ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇതാണ്. ഇതിന് പകരം നമുക്കിനി 8നും 2നും പകരം വേറെ ഏത് നമ്പർ വന്നാലും ജനറൽ ഫോം എങ്ങനെ വരും? എക്സ് പ്ലസ് ഒരു നമ്പർ എ ഇൻറ്റു എക്സ് പ്ലസ് വേറൊരു നമ്പർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ബി എക്സും വരും, എ ഇൻറ്റു എക്സ് എ എക്സും വരും. അപ്പോൾ എ എക്സും ബി എക്സും എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ എയും ഉണ്ടാവും, രണ്ടാമത്തേൽ ബിയും ഉണ്ടാവും. എ പ്ലസ് ബി വരുമല്ലോ. പ്ലസ് അല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എക്സ് ചേർത്ത് എഴുതിയിട്ടല്ലേ സെക്കൻഡ് ടേം നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8 + 2 10 എക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ലാസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? ഈ 8ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് കിട്ടാൻ. ജനറൽ ഫോം എന്ന് പറയുന്നത് x² പ്ലസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ ബി ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് സമ്മിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? x² എഴുതാം, പിന്നെ ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ് ചേർത്ത് ചെയ്താൽ സെക്കൻഡ് ടേം ആയിട്ട് എ പ്ലസ് ബി ഇൻറ്റു എക്സ് എഴുതാം. ലാസ്റ്റ് തേർഡ് ടേം എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ആണ്. എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. എങ്ങനെ വരും? x² വരും അല്ലേ, 2x ആണ്, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ വരും. പ്ലസ് ഈ 2ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണ്ടേ? 2 + 5 അല്ലേ, എ പ്ലസ് ബി ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 2 + 5 7x പ്ലസ് ഈ 2ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് എ ഇൻറ്റു ബി അല്ലേ, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2ഉം 5ഉം ആണ്. അപ്പോൾ 2 × 5 10. അപ്പോൾ x² + 7x + 10 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇവിടെ പോസിറ്റീവ് നമ്പർ തന്നെ വരണമെന്നില്ല. നെഗറ്റീവ് വരുമ്പം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം എക്സ് പ്ലസ് 2 ഇൻറ്റു ഒന്ന് നമുക്ക് നെഗറ്റീവ് ആക്കി നോക്കാം, എക്സ് മൈനസ് 5. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് രണ്ടും പോസിറ്റീവാണ്, x² തന്നെ വരും. അടുത്ത് നോക്കിക്കേ, എക്സ് ഇൻറ്റു -5 -5x വരും. 2 ഇൻറ്റു എക്സ് പ്ലസ് 2x രണ്ടും പോസിറ്റീവാണ്. പോസിറ്റീവ് 2 ഇൻറ്റു -5 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഡിഫറൻസ് സൈന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സൈന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുള്ളൂ. 2 × 5 10 വന്നു. ഇവിടെ x² -5x പ്ലസ് 2x. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ കൂടെ ഉള്ള നമ്പേഴ്സ് -5ഉം +2 ആണ്. നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡീഷൻ റൂൾ എന്താണ്? ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ വലുതിന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ സൈൻ ചേർക്കുന്നു. രണ്ടും നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഇടുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇതാണ് അഡീഷൻ റൂൾ. ഇത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും -5ഉം +2 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, 5ന്ന് 2 കുറയ്ക്കുക, 3 വരും. എന്നിട്ട് വലുതിൻ്റെ സൈന് ഇവിടെ വലുത് 5 അല്ലേ, 5 നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. എന്നിട്ട് എക്സ് ചേർത്ത് കൊടുക്കുക, പിന്നെ -10. x² - 3x - 10 ഇതാണ് ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റ് x - 2 x + 5 ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ x ഇൻറ്റു x² തന്നെ വരുന്നുണ്ട്. അടുത്തത് x ഇൻറ്റു +5 അപ്പോൾ 5x -2 ഇൻറ്റു എക്സ് -2x പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് വരും. ഡിഫറൻസ് ആയി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് -2 ഇൻറ്റു +5 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുള്ളൂ. 2 × 5 10 വന്നു. ഇവിടെ നോക്കിക്കേ, x² 5xന്ന് 2x കുറയ്ക്കാനാണ്. അപ്പോൾ 5 2 കുറച്ചാൽ 3x പോസിറ്റീവ് 3x തന്നെയാണ് വരിക, കാരണം വലുത് പോസിറ്റീവാണ്. -10. അപ്പോൾ ഇവിടെ x² + 3x - 10 ആണ് വന്നത്. ഇനി രണ്ടും മൈനസ് വന്നാലോ? x - 2 x - 5 x² പോസിറ്റീവ് x ഇൻറ്റു x² തന്നെ വന്നു. x ഇൻറ്റു -5 അപ്പോൾ -5x -2 ഇൻറ്റു x അപ്പോൾ -2x
-2 ഇൻറ്റു -5. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലേ സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. 2 ഇൻറ്റു 5 10 എക്സ് സ്ക്വയർ. നെഗറ്റീവ് 5x നെഗറ്റീവ് 2x ആഡ് ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് സൈൻ ഇടുക, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. -5 -2 7. രണ്ടും നെഗറ്റീവ് വന്നാൽ ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് സൈൻ ഇട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. 7x വരും +10. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ x+a ഇൻറ്റു x+b എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ x² പ്ലസ് രണ്ടാമത്തത് a+b ഇൻറ്റു x എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നു, അതിൻ്റെ കൂടെ x ഇടുന്നു. -2ഉം -5ഉം കൂടെ കൂട്ടിയാൽ -a ആയിരിക്കും, അതിൻ്റെ കൂടെ x ഇടുക. പിന്നെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് -2 ഇൻറ്റു -5 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 2 ഇൻറ്റു 5 10. ഒന്ന് -2ഉം ഒന്ന് +5ഉം വന്നപ്പോൾ എന്ത് വന്നു? x² ഫസ്റ്റ് വന്നു. പിന്നെ അടുത്തത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ x ചേർക്കാണ് വേണ്ടത്. -2ഉം +5ഉം കൂട്ടാന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും കൂട്ടലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ സൈൻ ചേർക്കുന്നു. അപ്പോൾ 5ന്ന് 2 കുറയ്ക്കുന്നു, 3 കിട്ടുന്നു. വലുതിൻ്റെ സൈന് 5 ആണ്, വലുത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് 3x, അതിൻ്റെ കൂടെ x ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് 2 ഇൻറ്റു 5 10. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇനി നേരെ തിരിച്ചും ചോദിക്കും, ഫാക്ടേഴ്സ് ആക്കാൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ട് അതിനെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പറിൻ്റെ പ്രൊഡക്റ്റ്, ഇപ്പോൾ 32ൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എഴുതുക? 2 ഇൻറ്റു 16 പ്രൊഡക്ട്സ് ആണ് അല്ലേ, ഫാക്ടേഴ്സാണ്. 2ഉം 16ഉം ഫാക്ടേഴ്സാണ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ 4 ഇൻറ്റു 8 എന്ന് എഴുതാം. അപ്പോൾ 32ൻ്റെ ഫാക്ടേഴ്സാണ് 4ഉം 8ഉം. അതേപോലെ x² - 7x + 10ൻ്റെ ഫാക്ടേഴ്സാണ് x - 2ഉം x - 5ഉം. അതും കാരണം അത് ഫാക്ടേഴ്സാണെന്ന് പറയാൻ കാരണം എന്താ? അത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ട്. 32ൻ്റെ ഫാക്ടേഴ്സാണ് 4ഉം 8ഉം എന്ന് പറയാൻ കാരണം എന്താ? 4 ഇൻറ്റു 8 ചെയ്താൽ 32 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നിട്ട് എക്സ്പ്രഷൻ തന്നിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ട് അതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറയും. ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറയും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം, എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് x² + 5x + 6 പോളിനോമിയലിൻ്റെ ഫാക്ടർ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. പോളിനോമിയൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് x² 5x + 6. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലേ 6 കിട്ടുക? ഫസ്റ്റ് നമുക്ക് എഴുതാം 1 ഇൻറ്റു 6 6 കിട്ടും. അത് മാത്രമല്ല 2 ഇൻറ്റു 3 ഉണ്ടല്ലോ, അത് ചെയ്താലും 6 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വേണം? രണ്ട് ചെയ്താലും രണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും 6 കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 കിട്ടിയാൽ മാത്രം പോരാ, ആ സെയിം നമ്പേഴ്സ് ആഡ് ചെയ്താൽ +5 കിട്ടണം. അപ്പോൾ 1ഉം 6ഉം ആഡ് ചെയ്താൽ 7 കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2ഉം 3ഉം ആഡ് ചെയ്താൽ 5 വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? എയും ബിയും 2ഉം 3ഉം ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? x + ഒരു ഫാക്ടർ 2 ഇൻറ്റു x + രണ്ടാമത്തെ ഫാക്ടർ 3. x + 2 ഇൻറ്റു x + 3 ആയിരിക്കും x² + 5x + 6. അപ്പോൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ 1 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു പോളിനോമിയലിന്, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്. അപ്പോൾ ഇതേപോലെ അടുത്ത പോളിനോമിയൽ എപ്പോഴും ഇവിടെ പോസിറ്റീവ് തന്നെ വരണമെന്നില്ലല്ലോ, ഇതൊന്ന് നെഗറ്റീവ് ആക്കി നോക്കാം. x² + 5x - 6 ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഫാക്ടർ ചെയ്താൽ? നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടണം. അപ്പോൾ എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരിക? സെയിം സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ ഡിഫറൻറ്റ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നെഗറ്റീവ് വരിക. അപ്പോൾ ഇതിന് ഫാക്ടേഴ്സ് 6 ആയതുകൊണ്ട് 1ഉം 6ഉം 2ഉം 3ഉം തന്നെയാണ് വരിക. ആൻസർ നെഗറ്റീവ് വരണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം, ഒരു നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏതിനാണ് നെഗറ്റീവ് കൊടുക്കുക, ഏതിനാണ് പോസിറ്റീവ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് +5ഉം കിട്ടണം.
അപ്പോൾ ഡിഫറൻറ്റ് സൈനാണ് വരേണ്ടത് ഫാക്ടേഴ്സ് വരിക. അപ്പോൾ ഡിഫറൻറ്റ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് പോസിറ്റീവ് വരിക? വലുതെന്ന് ഡിഫറൻറ്റ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ചേർക്കലാണ്. അപ്പോൾ വലുതിൻ്റെ സൈന് പോസിറ്റീവ് വന്നാലേ ഇവിടെ പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ വലുതിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ചെറുതിനാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത്. അപ്പോൾ -1 ഉം 6 എടുത്തു കഴിഞ്ഞാൽ 1 × 6 6 വരുന്നുണ്ട്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ഡിഫറൻസ് സൈന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് വരുന്നുണ്ട്. ഇനി ഇത് ആഡ് ചെയ്ത് നോക്കാം. -1 ഉം +6 ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുതെന്ന് ഡിഫറൻസ് സൈനല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 6 ന്ന് 1 കുറയ്ക്കുക 5 ഇടുക. വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ 6 പോസിറ്റീവാണ്, വലുത് പോസിറ്റീവാണ്, പോസിറ്റീവ് 5. അപ്പോൾ നമുക്കിവിടെ -1 ഉം 6 ആണ് ഫാക്ടേഴ്സ്. അപ്പോൾ x - 1 -1 എന്ന് പറയുമ്പോൾ x - 1 ഇൻറ്റു x + 6. അപ്പോൾ -1 ഉം 6 ഉം ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഈ ഒരു പോളിനോമിയലിനെ എഴുതാൻ പറ്റുന്നുണ്ട്. അടുത്തത് -5x ആയിരുന്നെങ്കിലോ +6ഉം ഇങ്ങനെയായിരുന്നെങ്കിലോ ചെറിയൊരു മാറ്റം ഇവിടെ വരുന്നുള്ളൂ, പക്ഷെ ഇവിടെ നല്ല മാറ്റം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. രണ്ടും പോസിറ്റീവ് വരണം, രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അപ്പോൾ 1 × 6 2 × 3 ആയിരിക്കും. അപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ട് +6 കിട്ടിയാൽ മാത്രം പോരാ, ആഡ് ചെയ്താൽ -5 കിട്ടണം. ആ സെയിം നമ്പർ ആഡ് ചെയ്താൽ -5 കിട്ടണം. അപ്പോൾ രണ്ടും പോസിറ്റീവ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ആഡ് ചെയ്താൽ എന്തായാലും പോസിറ്റീവേ കിട്ടുള്ളൂ, നെഗറ്റീവ് കിട്ടില്ല. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു ചാൻസ് ഉണ്ട് അല്ലേ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ഇടുന്നു, ആഡ് ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ -1 × -6 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 1 × 6 6 പോസിറ്റീവ് 6 കിട്ടുന്നുണ്ട്. പക്ഷേ -1 ഉം -6 ഉം കൂടെ ആഡ് ചെയ്താൽ -7 അല്ലേ വരിക. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ -7 വരിക. -7 അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതല്ല ഫാക്ടേഴ്സ്. അടുത്ത് നോക്കുക 2 ഉം 3 ഉം. അപ്പോൾ 2 × 3 6 കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ +5 കിട്ടുള്ളൂ. അപ്പോൾ രണ്ടും നെഗറ്റീവ് ഇട്ട് കൊടുത്താലോ, -2 × -3 രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 2 × 3 6 കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്താലോ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നെഗറ്റീവ് സൈൻ ഇടുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. നെഗറ്റീവ് സൈൻ ഇട്ടു, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2 ഉം 3 ഉം ആഡ് ചെയ്താൽ 5 -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 6 ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ -2 -3 അല്ലേ ഫാക്ടേഴ്സ്. അപ്പോൾ എക്സിൻ്റെ കൂടെ -2 എഴുതാം, എക്സിൻ്റെ കൂടെ -3 എഴുതാം. ഇതാണ് ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടും നെഗറ്റീവ് വന്നാലോ, -5x -6. ഇവിടെ 6 വരണമെങ്കിൽ 1 × 6 ഉം 2 × 3 ഉം തന്നെയാണുള്ളത്. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ആയാൽ മാത്രമേ ഉള്ളൂ -6 ഉള്ളൂ അല്ലേ. ഡിഫറൻസ് അതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് നെഗറ്റീവ് വരിക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആക്കണം. അതിലേതാ നെഗറ്റീവ് ആക്കുക? അപ്പോൾ ആൻസർ ആഡ് ചെയ്താൽ നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഡിഫറൻസ് സൈനാണ് ഇത് രണ്ടും അല്ലേ, എന്നാലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഡിഫറൻസ് സൈനാണ്. ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിരുന്നു റൂള്? വലുതിന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ സൈൻ ചേർക്കുന്നു. അപ്പോൾ വലുതിൻ്റെ സൈന് അല്ലേ ചേർക്കുന്നത് ഇവിടെ. അപ്പോൾ അത് നെഗറ്റീവ് വരണമെങ്കിൽ വലുതിൻ്റെ സൈന് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ വലുതിൻ്റെ സൈൻ ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 1 ഉം -6 എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 1 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ആഡ് ചെയ്ത് നോക്കാം. 1 ഉം -6 ഉം കൂടെ ആഡ് ചെയ്യാൻ വന്നാൽ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഡിഷൻ റൂൾ എന്താണ്? ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റൂൾ എന്താ? വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. 6 ന്ന് 1 കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം 6ൻ്റെ ചിഹ്നം നെഗറ്റീവാണ്. അപ്പോൾ 6 ന്ന് 1 കുറച്ചാൽ 5 ആണ്. വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ 6 നെഗറ്റീവാണ്, അപ്പോൾ -5. അപ്പോൾ 1 ഉം -6 അല്ലേ ഇവിടെ ആൻസർ കിട്ടുക. x + 1 ആണ് അല്ലേ, +1 ഉം -6 ഉം. രണ്ട് ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ ഒരു പോളിനോമിയലിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. x² + x - 6. ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അപ്പോൾ 1 × 6 ഉണ്ട്, 2 × 3 ഉണ്ട്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡിഫറൻസ് സൈന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആൻസർ നെഗറ്റീവ് ആവുന്നത്. സൈൻ ആണെങ്കിൽ ആൻസർ പോസിറ്റീവാണ്. രണ്ടും മൈനസ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവേ വരുള്ളൂ. അപ്പോൾ ഡിഫറൻസ് സൈൻ ആയിരിക്കും.
അപ്പോൾ ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് നെഗറ്റീവ് ആക്കുക, ചെറിയ നമ്പറാണോ വലിയ നമ്പറാണോ നെഗറ്റീവ് ആക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോസിറ്റീവ്, എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് എത്രയാണ്, ഇവിടെ ഒന്നുമില്ല എന്ന് കരുതിയിട്ട് ഇവിടെ 0 എടുക്കരുത്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ആണ്. അപ്പോൾ ഇവിടെ 1 ആണ് എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ്. ഇവിടെ എക്സിൻ്റെ കൂടെ -5 ആയിരുന്നു, ഇവിടെ എക്സിൻ്റെ കൂടെ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ അവിടെ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോസിറ്റീവ് 1 കിട്ടണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, ഡിഫറൻസ് സൈൻ ആണല്ലോ എന്നാലല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് വരുള്ളൂ ഇവിടെ. അപ്പോൾ ഡിഫറൻസ് സൈനാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഏതിനാണ് നെഗറ്റീവ് കൊടുക്കുക, ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടണം. അപ്പോൾ നമ്മൾ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിനെ ചിഹ്നം ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടണമെങ്കിൽ വലുതിന് ചിഹ്നം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ചെറുതിനാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത്. പക്ഷേ -1ഉം 6ഉം എടുക്കുമ്പോൾ നോക്കിക്കേ, 1 × 6 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ്, അവിടെ ഓക്കെയാണ്. പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുന്നു. 6 1 കുറച്ചാൽ 5, വലുതിനെ ചിഹ്നം ചേർക്കുന്നു. അപ്പോൾ പോസിറ്റീവ് 5 അല്ലേ വരിക. അപ്പോൾ ഇതല്ല ഫാക്ടേഴ്സ്. അടുത്ത ഫാക്ടേഴ്സ് നോക്കാം, 2ഉം 3ഉം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടുന്നുണ്ട്, 2 × 3 6 കിട്ടുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആക്കണം. ഏതെങ്കിലും ഒന്ന് ഇതിൽ ഏതാണ് നെഗറ്റീവ് ആക്കുക, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് 1 കിട്ടണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുന്നു, വലുതിനെ ചിഹ്നം ചേർക്കുന്നു. അപ്പോൾ ആൻസർ കിട്ടേണ്ടത് പോസിറ്റീവാണ്. അപ്പോൾ വലുത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ചെറുതേ നെഗറ്റീവ് കൊടുക്കാവൂ. അപ്പോൾ x-2ഉം x+3ഉം അല്ലേ വരിക. -2 × 3 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്, നെഗറ്റീവ് 2 × 3 6. ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -2ഉം +3ഉം ആഡ് ചെയ്യാൻ വന്നാൽ വലുതിന് ചെറുത് കുറയ്ക്കുക, 3 2 കുറയ്ക്കുന്നു 1, എന്നിട്ട് വലുതിന് ചിഹ്നം ചേർക്കുന്നു, 3 വലുത്, 3 പോസിറ്റീവ് ആയതുകൊണ്ട് +1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ x² + x - 6നെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്, x-2 × x+3. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. x² - 7x + 6 ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ മൾട്ടിപ്ലൈ ചെയ്താൽ 6 തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരണം. അപ്പോൾ 1ഉം 6ഉം എടുക്കുക. അപ്പോൾ രണ്ടും പോസിറ്റീവ് എടുത്താലും പോസിറ്റീവ് കിട്ടും. പക്ഷേ രണ്ടും പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താലും പോസിറ്റീവ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ ആഡ് ചെയ്താൽ നെഗറ്റീവ് കിട്ടണം. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആഡ് ചെയ്താലല്ലേ നെഗറ്റീവ് കിട്ടുക. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടണമെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് കിട്ടും. രണ്ടും നെഗറ്റീവ് ആഡ് ചെയ്താൽ നെഗറ്റീവും കിട്ടും. അപ്പോൾ രണ്ട് നമ്പേഴ്സും നെഗറ്റീവാണ്, എയും ബിയും നെഗറ്റീവാണ് നമുക്ക് മനസ്സിലായി. അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 1 × 6 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് 6 കിട്ടുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോഴോ -1ഉം -6ഉം ആഡ് ചെയ്താൽ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ പോരെ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് ആഡ് ചെയ്താൽ മതി. ഡിഫറൻസ് സൈൻ തമ്മിൽ ആഡ് ചെയ്യാൻ വരുമ്പോഴാണ് വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുന്നത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറൻസ് സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ നെഗറ്റീവ്, സൈൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ പോസിറ്റീവ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ -1ഉം -6ഉം എടുത്താലേ ഉള്ളൂ ഈ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ -1 -6, അപ്പോൾ x-1 x-6 ഇങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതേണ്ടത്. ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ട് ടാസ്ക് x² - x ഉം -6ഉം x² + 7x + 6 രണ്ട് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ 221 251 341 അങ്ങനെ ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വലിയൊരു നമ്പർ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ 30 കിട്ടണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ നമ്പേഴ്സാണ്. അതിന് വേറൊരു മെത്തേഡാണ്, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതും ഫാക്ടേഴ്സാക്കി ഇരുന്നത് തന്നെയാണ്. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് സിമ്പിളായിട്ട് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ
ഈ ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കുന്നതും അതേ നമ്പർ ആഡ് ചെയ്താൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കിട്ടുന്നതും ഈ ഒരു മെത്തേഡിൽ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.